ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. സോളാർ തട്ടിപ്പ് കേസിലെ ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഉൾപ്പെടുത്തണമെന്നതുൾപ്പെടെയുള്ള 32 നിർദ്ദേശങ്ങൾ ഇടതുപക്ഷം സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി സർക്കാർ എന്ത് ചെയ്യും? വിഷയത്തിലേക്ക് ചർച്ചയ്ക്കിലേക്ക് വരാം. ആദ്യം പ്രധാന വാർത്തകൾ. സോളാർ കേസിൽ ടെനി ജോബനും ഷാലു മേനോനും ജാമ്യം. ഇരുവരും 6 മാസത്തേക്ക് രാജ്യം വിടരുന്ന കോടതി. മറ്റൊരു കേസിൽ റിമാൻഡിലുള്ള ഷാലുവിന് ജയിലിൽ തുടരേണ്ടി വരും. ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ടേംസ് ഓഫ് റഫറൻസിനായുള്ള നിർദ്ദേശങ്ങൾ LDF ആഭ്യന്തരമന്ത്രിക്ക് നൽകി. മുഖ്യമന്ത്രിയെയും ഓഫീസിനെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യം. ഐക്യ ആന്ധ്ര ആവശ്യപ്പെട്ട് പാർലമെന്റിൽ ബഹളം വെച്ച 12 MP-മാരെ 5 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കൽക്കരി വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗ്യാസ് സബ്സിഡിക്ക് ആധാർ നിർബന്ധമില്ലെന്ന് കേന്ദ്ര സർക്കാർ. രൂപയുടെ വിനിമയ മൂല്യത്തിൽ നേരിയ ഉണർവ്. ഡോളറിന് 63 രൂപ 20 പൈസ. ഓഹരി വിപണിയിലും ഉണർവ്. സ്വർണം പവന് 160 രൂപ കൂടി 23,200-ലെത്തി. മുംബൈയിൽ മാധ്യമപ്രവർത്തകയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. 4 പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ്. 22-കാരിയായ മാധ്യമപ്രവർത്തകയെ പീഡിപ്പിച്ചത് 5 പേരുടെ സംഘം. പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ഈജിപ്തിൽ കൊല്ലപ്പെട്ട പ്രക്ഷോഭകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ന് രക്തസാക്ഷികളുടെ വെള്ളിയാഴ്ചയായി ആചരിക്കുന്നു. ഹുസ്നി മുബാറക്കിനെ മോചിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. സോളാർ അഴിമതി കേസിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ടേംസ് ഓഫ് റഫറൻസിനായുള്ള നിർദ്ദേശങ്ങളടങ്ങിയ കത്ത് LDF ആഭ്യന്തരമന്ത്രിക്ക് കൈമാറി. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നതാണ് പ്രധാന നിർദ്ദേശം. ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ടേംസ് ഓഫ് റഫറൻസിൽ LDFന്റെ നിർദ്ദേശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം 17-നായിരുന്നു ആഭ്യന്തര വകുപ്പ് കത്ത് നൽകിയത്. ഇതിനുള്ള മറുപടി കത്താണ് LDF ഇന്ന് കൈമാറിയത്. മുഖ്യമന്ത്രി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാവുകയെന്നതാണ് LDFന്റെ നിലപാട്. സോളാർ തട്ടിപ്പിന്റെ പ്രഭവകേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെയും ഓഫീസിനെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ഓഫീസും ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. തട്ടിപ്പിനിരയായവർ നടത്തിയ ആരോപണവും അവരുടെ വെളിപ്പെടുത്തലും. തട്ടിപ്പ് നടത്തിയവരും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള ബന്ധം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം. സോളാർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പരാമർശങ്ങൾ, കോടതി നിരീക്ഷണങ്ങൾ, സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ പങ്കും ക്രിമിനൽ ഗൂഢാലോചനയും ഉൾപ്പെടെ 32 നിർദ്ദേശങ്ങളാണ് കത്തിലുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം. ജുഡീഷ്യൽ അന്വേഷണം സംബന്ധിച്ച് LDF ഉന്നയിക്കുന്നത് അദൃശ്യ ഡിമാൻഡുകളെന്ന് മുഖ്യമന്ത്രി. ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ടേംസ് ഓഫ് റഫറൻസ് സംബന്ധിച്ച് ചർച്ച നടത്താൻ സർക്കാർ തയ്യാറായിട്ടും പ്രതിപക്ഷം സഹകരിക്കുന്നില്ല. ശരിയായ അന്വേഷണം നടത്തുകയല്ല, മറിച്ച് രാഷ്ട്രീയ അജണ്ടയാണ് LDFനുള്ളതെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. ഇവര് ഈ അദൃശ്യമായിട്ട് ഇങ്ങനെ ഡിമാൻഡുകൾ ഉന്നയിക്കുക. ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞാൽ അവർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. എന്നിട്ട് ഓരോ ദിവസവും ഇങ്ങനെ പറയും. ഇതുവരെ മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ മറ്റു മന്ത്രിമാരുടെ കാര്യം ഇപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇപ്പം ടേംസ് ഓഫ് റെഫറൻസും അവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. സാധാരണ ഗവൺമെൻറ് ചർച്ച ചെയ്യത്തില്ല. ചർച്ച ചെയ്യാൻ അവർ തയ്യാറല്ലെങ്കിലും അവർ എഴുതി തരികയാണെങ്കിലും ആ കാര്യം പരിഗണിക്കും. പക്ഷേ ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടായിരിക്കണം. എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി എന്തെങ്കിലും പറഞ്ഞാൽ അത് അനുസരിച്ച് പോകാൻ സാധിക്കത്തില്ല. ഇവർക്ക് ലക്ഷ്യം ഇതിനെ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തുകയല്ല, രാഷ്ട്രീയമായ അജണ്ടയാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് പോലും വരാത്തത്. ചർച്ചയ്ക്ക് വന്നാൽ ഗവൺമെൻറ് മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരുപക്ഷെ അവർക്ക് മറുപടി പറയാനില്ലായിരിക്കും. ആനത്തലവട്ടം ആനന്ദൻ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, തിരുവനന്തപുരത്ത് നിന്ന്. രാഷ്ട്രീയ നിരീക്ഷകൻ അപ്പുകുട്ടൻ വള്ളിക്കുന്ന്, കൊച്ചി ബ്യൂറോയിൽ. KPCC ജോയിന്റ് സെക്രട്ടറി VV പ്രകാശ് മലപ്പുറത്ത് നിന്നൊപ്പം അഡ്വക്കേറ്റ് ജയശങ്കർ നിയമവിദഗ്ധൻ രാഷ്ട്രീയ നിരീക്ഷകനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ VV പ്രകാശ്, മുഖ്യമന്ത്രിയുടെ ഇന്നിപ്പോൾ ഇടതു മുന്നണി അവരുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് അടിസ്ഥാനരഹിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ അദൃശ്യമായ അജണ്ടകൾ വെച്ച് ഡിമാൻഡുകൾ ഉന്നയിക്കുകയോ ആണ് ഇപ്പോൾ പ്രതിപക്ഷം ചെയ്യുന്നതെന്ന്. നേരത്തെ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ജുഡീഷ്യൽ അന്വേഷണം. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ആ അന്വേഷണ പരിധിയിൽ വരണമെന്നത്. ഇത് ന്യായമായ ഒരു ആവശ്യമല്ലേ? പരിഗണിക്കപ്പെടേണ്ടതല്ലേ? ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിനൊന്നും മറച്ചു വെക്കാനില്ല, തുറന്ന സമീപനമാണ് സർക്കാരിന് ഇക്കാര്യത്തിലുള്ളത് എന്ന് മുഖ്യമന്ത്രിയും
ആഭ്യന്തരമന്ത്രിയും ആദ്യം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്ന ആ ഘട്ടം മുതൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ടേംസ് ഓഫ് റെഫറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ കാര്യങ്ങളിലൊക്കെ വളരെ തുറന്ന സമീപനമാണ് ഉള്ളത് എന്ന് മുഖ്യമന്ത്രി പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിക്കാനും യഥാർത്ഥത്തിൽ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനും യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് പ്രതിപക്ഷമാണ്. എന്താണ് പ്രതിപക്ഷത്തിന് ഇത്ര വേവലാതി? എന്താണ്? ചർച്ചയ്ക്ക് വിളിച്ചല്ലോ ഗവൺമെൻറ്. ടേംസ് ഓഫ് റെഫറൻസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് വിളിച്ച വളരെ ഉദാരമായ ഉന്നത നിലവാരത്തിലുള്ള സമീപനം ഗവൺമെൻറ് പുലർത്തിയില്ലേ? എന്തുകൊണ്ട് പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറായില്ല? ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരാശയ വ്യക്തത ഉണ്ടാക്കുവാൻ എന്തുകൊണ്ട് പ്രതിപക്ഷം സഹകരിക്കുന്നില്ല? ഇപ്പോൾ കത്ത് കൊടുത്ത് ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകി ഞങ്ങൾ അംഗീകരിക്കുന്നു. ആഭ്യന്തരമന്ത്രി പറഞ്ഞല്ലോ ആ കത്തിൻ്റെ കാര്യത്തിൽ പഠിച്ച് മറുപടി അറിയിക്കാമെന്ന് പറയുകയും ചെയ്തു. ഇവിടെ എന്താ പ്രതിപക്ഷം, ഇവിടെ എന്താണ് ഗവൺമെന്റിന് മറച്ചു വെക്കാനുള്ളത്? ഏത് രംഗത്താണ് ഗവൺമെന്റ് ഒളിച്ചോടിയിട്ടുള്ളത്? ഒന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം, ആ അന്വേഷണത്തിന് ടേംസ് ഓഫ് റെഫറൻസ്, അത് അക്കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയാവാമെന്ന് തുറന്ന സമീപനം സ്വീകരിച്ചത് ഗവൺമെന്റാണ്. ശരി, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ വി പ്രകാശ്. ശ്രീ അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന്, സർക്കാർ ഇങ്ങനെ ഒരു ഉദാര മനോഭാവം കാണിച്ചു, സാധാരണ നിലയ്ക്ക് സർക്കാരിന് തന്നെ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ എന്ന് മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്നു. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായി അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഒഴിവാക്കി നിർത്താൻ തന്നെയാണ് സർക്കാർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇവിടെ എത്രമാത്രം സാധ്യമാണ് LDFന്റെ ഈ നിർദ്ദേശങ്ങൾ? ഈ LDFന്റെ നിർദ്ദേശങ്ങൾ എന്ന നിലയ്ക്കും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ എന്ന നിലയ്ക്കും ഈ വിഷയത്തെ നമ്മൾ ഒതുക്കി കാണുന്നത് ശരിയല്ല. വളരെ അസാധാരണമായ തരത്തിൽ കേരള സമൂഹത്തെ ആകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കഴിഞ്ഞ 70 ദിവസങ്ങളോളം ഈ സോളാർ തട്ടിപ്പ് വിവാദം കേരളത്തിൽ ഉയർന്നു വന്നതാണ്. ഇത് മുഖ്യമന്ത്രി മാത്രം തീരുമാനിക്കുന്നതും മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് പ്രതിപക്ഷം അംഗീകരിച്ചുകൊണ്ട് തീരുന്നതുമായൊരു പ്രശ്നമല്ല. ഇവിടെ ഈ രാഷ്ട്രീയ പ്രതിനിധികളായിട്ട് ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും വരുന്ന ആളുകൾ ചിന്തിക്കുന്നത് കേരളം എന്നുള്ളത് ഒരു പെൺകുട്ടിയുടെ തലമുടി രണ്ടായി പിന്നിയിട്ടതുപോലെ പ്രതിപക്ഷവും ഭരണപക്ഷവും മാത്രം ചേർന്നതാണ്. അതല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് ഈ അവർ തിരഞ്ഞെടുത്ത ഭരണപക്ഷവും അവർ പ്രതിപക്ഷത്തേക്ക് നിശ്ചയിച്ച അവരും ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ച് അവരെടുക്കുന്ന തീരുമാനങ്ങളും അവർ പറയുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളും വിലയിരുത്തി അതിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ അവകാശമുള്ളത് ജനങ്ങൾക്കാണ്. ആ ജനങ്ങളുടെ മുമ്പിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെട്ട ഒരാരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടക്കണം. അത് നടത്തുന്നതിന് സാധ്യമാകുന്ന തരത്തിൽ മുഖ്യമന്ത്രി മാറി നിൽക്കണം എന്നാണ് ഉത്തരവാദപ്പെട്ട ഒരു പ്രതിപക്ഷം സ്വാഭാവികമായും ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക. അതിൽ നിന്നുകൊണ്ട് അത് പ്രതിപക്ഷം വന്ന് ഈ ടേംസ് ഓഫ് റെഫറൻസ് അത് ചർച്ച ചെയ്യാൻ വന്നില്ല, അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീണുപോയി എന്ന് പറയുന്നതല്ല പ്രശ്നം. ഇവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഈ തൻ്റെ ഓഫീസും താനും ഉൾപ്പെട്ട ഈ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ തീർക്കാനുള്ള അവസരം സൃഷ്ടിക്കേണ്ട ബാധ്യതയുണ്ട്. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കർ, കുറ്റക്കാരെ ശിക്ഷിക്കുകയല്ല, മറിച്ച് ചില പൊളിറ്റിക്കൽ അജണ്ടകൾ നടപ്പാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം എന്ന മുഖ്യമന്ത്രിയുടെ ആക്ഷേപം ഏതെങ്കിലും തരത്തിൽ സാധൂകരിക്കുന്നതാണോ ഇന്ന് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ള 32 നിർദ്ദേശങ്ങൾ? അല്ല, ഇത് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നതും ഭരണപക്ഷം മുന്നോട്ട് വെക്കുന്നതുമായ പ്രശ്നമല്ല. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും സംശയത്തിന്റെ നിഴലിലാണ്. മുഖ്യമന്ത്രി ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, പേഴ്സണൽ സ്റ്റാഫിനെ ബലിയാടാക്കി ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല എന്ന്. പിന്നീട് നമ്മൾ കാണുന്നു, ജിക്കുമോനെ പുറത്താക്കുന്നു, സലിം രാജിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കുന്നു, പിന്നീട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു, ജോപ്പൻ അറസ്റ്റിലാകുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം അവരെ ബലിയാടാക്കി രക്ഷപ്പെടുകയില്ല ചെയ്യേണ്ടത്, അദ്ദേഹം രാജിവെച്ച് അന്വേഷണത്തെ നേരിടേണ്ടി വരും. പിന്നീട് പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിയുമായി പുറത്തുവന്നു, മുഖ്യമന്ത്രിയുടെ ചിത്രം പുറത്തു വന്നു. ഈ നാട്ടിൽ ഏത് സ്ത്രീക്കും എന്റെ ചെവിയിൽ വന്ന് പുന്നാരം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ബന്ധപ്പെട്ട മുഖ്യമന്ത്രി. എനിക്കറിയില്ല, ഒരു പക്ഷേ ഉണ്ടാകുമായിരിക്കും. ഏതായാലും ശ്രീധരൻ നായർ പറയുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ പോയത് സരിത അടക്കമാണ്. സരിതയെ കാണുമ്പോൾ ഓഫീസിലുള്ള സ്റ്റാഫ് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു.
ഒരുപക്ഷെ ശരിയായിരിക്കാം, ഒരുപക്ഷെ തെറ്റായിരിക്കാം. ഏതായാലും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആൾ 50 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ കളങ്കിതമായിരിക്കുന്നു എന്ന കാര്യം നമ്മുടെ സുഹൃത്ത് സിദ്ദിഖ് പോലും സമ്മതിക്കുന്നു വിശ്വാസം. അപ്പൊ ഏതായാലും ഈ സംശയം ദൂരീകരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് ഇതിൽ വഹിച്ച ചരിത്രപരമായ പങ്ക് കൂടി അന്വേഷിക്കേണ്ടത് ഒരു ആവശ്യമാണ്. അത് പ്രതിപക്ഷം പറഞ്ഞതുകൊണ്ട് BJP-കാർ ആവശ്യപ്പെട്ടതുകൊണ്ട് അന്വേഷിക്കേണ്ടതല്ല. അദ്ദേഹത്തിന് തന്നെ ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു അന്വേഷണം നടത്തി നിരപരാധിത്വം തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം, രാഷ്ട്രീയമായ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു വിട്ടിരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കും. ശ്രീ ജയശങ്കർ, നിയമപരമായി തന്നെ ഇത് തീർച്ചയായും സാധിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് തട്ടിപ്പിനിരയായവരുടെ മൊഴികൾ രേഖപ്പെടുത്തുക, തട്ടിപ്പിനിരയായ ശ്രീധരൻ നായർ, അതുപോലെ സജാദ്, TC മാത്യു തുടങ്ങിയവരെ കുറിച്ച് അന്വേഷിക്കുക. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ പരിധിയിൽ വരിക. ഇതൊക്കെ പ്രതിപക്ഷം പറഞ്ഞില്ലെങ്കിൽ തന്നെ അന്വേഷണ പരിധിയിൽ വരേണ്ടതല്ലേ? പ്രതിപക്ഷം ഇത് പറഞ്ഞതുകൊണ്ട് അതിന് എത്രത്തോളം നിയമപരമായി അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്? അല്ല, ഇത് നിയമപരമെന്നതിനേക്കാളും ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പൊ ഈ പല ആളുകളും, പരാതിക്കാർ തന്നെ പലരും മുഖ്യമന്ത്രിയെ നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിൽ എന്ത് പങ്കാണുള്ളത് എന്ന കാര്യമാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. കാരണം തട്ടിപ്പ് എന്ന് പറഞ്ഞത് ഇതിനേക്കാൾ വലിയ തട്ടിപ്പുകൾ കേരള സംസ്ഥാനത്ത് നടത്തുന്നുണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെട്ട സംഭവം ഉണ്ടായിട്ടില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ തിരുക്കൊച്ചിയുടെ ചരിത്രം കൂടി കൂട്ടി ചോദിച്ചാൽ അന്ന് മുതൽക്ക് ഇന്ന് വരെ പട്ടനാണുള്ള മുതൽക്ക് അച്യുതാനന്ദൻ വരെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാകാത്ത രീതിയിലുള്ള അങ്ങേയറ്റം വഷളായിട്ടുള്ള ആരോപണമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ചോദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി, അതായത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ തട്ടിപ്പിനിരയായവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ പരിധിയിൽ വരുന്നതല്ലേ? ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ട ശേഷമാണ്, സർക്കാർ രേഖാമൂലം ആഭ്യന്തരമന്ത്രി കത്ത് നൽകണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം 32 നിർദ്ദേശങ്ങൾ ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവരുടെ ആവശ്യങ്ങളെ മറികടന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാരിന് നീങ്ങാൻ കഴിയുമോ? ടേംസ് ഓഫ് റെഫറൻസിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്താതെ രക്ഷപ്പെടാൻ സർക്കാരിന് കഴിയുമോ? ഹലോ ശ്രീ ജയശങ്കർ, താങ്കളോട് തന്നെ. മുഖ്യമന്ത്രി ഇതിപ്പോ പ്രതിപക്ഷക്കാർ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഈ വിഷയം അന്വേഷിക്കേണ്ടതാണ്. പ്രതിപക്ഷം ആവശ്യപ്പെട്ട സ്ഥിതിക്ക് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി തന്നെയുള്ള പ്രതിപക്ഷത്തോട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ച് പ്രതിപക്ഷം ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു കൊടുക്കാനല്ലെങ്കിലും അതിൽ ഗണ്യമായ രീതിയിലുള്ള കാര്യം, പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ വഹിച്ച പങ്ക് എന്താണെന്നുള്ളത് അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം. അത് വരാതെ നടത്തുന്ന ഏതൊരു അന്വേഷണവും ശുദ്ധ അസംബന്ധമായിട്ട് മാത്രമേ പരിണമിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. കാരണം പോലീസ് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിന്റെ ജോലിയാണ്. പ്രതികളെ കണ്ടെത്തുന്നത് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതും അവരെ ശിക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതും പോലീസും പ്രോസിക്യൂഷനുമാണ്. അത് ഒരു ഭാഗത്ത് കൂടെ നടക്കുന്നുണ്ട്. ബിജു രാധാകൃഷ്ണനും ഷാലു മേനോനും അല്ലെങ്കിൽ സരിതാ നായരും മറ്റും നടത്തിയ തട്ടിപ്പുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട പോലീസിന്റെ ജോലിയാണ്. അതിന് ഭരണ നേതൃത്വത്തിൽ നിന്ന് ആർക്കൊക്കെ എന്തൊക്കെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് മറ്റു തരത്തിലുള്ള അന്വേഷണത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും. അല്ലാതെ വെറുതെ ഒരു ജഡ്ജിക്ക് 1 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 1.5 കൊല്ലത്തേക്ക് സർക്കാർ ചെലവിൽ അവരുടെ വട്ടച്ചെലവും മറ്റ് സംവിധാനങ്ങളും ശരിയാക്കുന്ന പേഴ്സണൽ സ്റ്റാഫ്, കാറ്, ടെലിഫോൺ കൊടുത്ത് വെറുതെ ഖജനാവ് കാലിയാക്കേണ്ട ഒരു ആവശ്യമില്ല.